അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്ന റെജീം ചേഞ്ച് അല്ലെങ്കിൽ സിസ്റ്റം ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. നടക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു പരമാവധിയിൽ പോയാൽ നടക്കാവുന്ന ഇതിൽ ഈ ടയർ 2 ലീഡർഷിപ്പ്, ടയർ 3 ലീഡർഷിപ്പ്, വരാനിരിക്കുന്ന മുഴുവൻ ലീഡർഷിപ്പിനെ എല്ലാറ്റിനെയും ഡിക്കാപ്പിറ്റേറ്റ് ചെയ്യുന്നു, എല്ലാറ്റിനെയും എലിമിനേറ്റ് ചെയ്യുന്നു, സർവരെയും കൊന്നുകളയെന്ന് വിചാരിക്കുക. സർവരെയും ആ ഇറാനിയൻ എലീറ്റ്സ് ആയിട്ടുള്ള അതിന് ലീഡർഷിപ്പിൻ്റെ ഏറ്റവും വിദൂര സ്ഥാനത്തിരിക്കുന്നവരെ പോലും മുഴുവൻ ആളുകളെയും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ പറയുന്ന റിസ ഷാ പഹ്ലവിയെ എയർ ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. ടെഹ്റാനിൽ എയർ ഡ്രോപ്പ് ചെയ്ത് അയാൾ ആ കസേരയിൽ കൊണ്ടുവരുത്തുന്നു. അതെങ്ങനെ സാധിക്കും? പ്രായോഗികമായി അയാൾ എങ്ങനെ ഇറാനെ ഭരിക്കുമെന്നൊരു വളരെ വളരെ വലിയൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് സിസ്റ്റം ചേഞ്ച് എന്ന് പറയുന്നത് അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും. ഇനി ഇതൊക്കെ ട്രംപാണ്, ബുദ്ധിശൂന്യനാണ്, എന്തു ചെയ്യും, അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യുക എന്ന് വിചാരിക്കുക. അത് എന്ത് പറഞ്ഞാൽ ഒരു അൺസ്റ്റേബിൾ ഇറാൻ സൃഷ്ടിക്കുകയായിരിക്കും. ഒരു അമേരിക്കൻ പത്രപ്രവർത്തകൻ പറഞ്ഞതുപോലെ ന്യൂക്ലിയർ അൺസ്റ്റേബിൾ ഇറാൻ വിൽ ബി മോർ ഡേഞ്ചറസ് ദാൻ ന്യൂക്ലിയർ ഇറാൻ എന്നുള്ളതാണ്. അത് മേഖലയിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയായിരിക്കും ചെയ്യുക. ഞാനിതിൽ മനസ്സിലാക്കുന്നത് ഇറാൻ അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റേറ്റഡ് ഗോൾസ് എന്ന് പറയുന്നത് അത് അച്ചീവബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല.